സുജിത്ത്, ഇവിടെ സൂചിപ്പിച്ച പോലെ സംസ്ഥാനത്തുടനീളമുള്ള KSRTC ബസ് സ്റ്റാൻഡുകളിൽ കേവലം ഒന്നിൻ്റെ കഥയല്ല സുജിത്ത് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. സംസ്ഥാനത്തുടനീളം പല KSRTC സ്റ്റാൻഡുകളുടെയും അല്ലെങ്കിൽ ഡിപ്പോകളുടെയൊക്കെ അവസ്ഥ ഇത് തന്നെയാണ് എന്നുള്ളതാണ്. എന്താണ് ഈ നിലവിലത്തെ പ്രതിസന്ധി? കാരണം എത്രത്തോളം ആളുകളാണ് ഇത്തരത്തിൽ പരാതിയുമായി രംഗത്ത് വരുന്നത് എന്നുള്ളത് നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെ ആണ് എന്നുള്ളതാണ്. നമ്മുടെ KSRTC ഡിപ്പോകളിൽ പല ഡിപ്പോകളുടെയും ഈ അവസ്ഥ ഇത്തരത്തിൽ വളരെ പരിതാപകരമാണ് എന്ന് പറയുന്നതിൽ വളരെ വിഷമമുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം KSRTC ഡിപ്പോയിലാണ്. ഈ കൊല്ലം KSRTC ഡിപ്പോയുടെ ഒട്ടുമിക്ക ഭാഗങ്ങളും പൊളിഞ്ഞ് തകർന്നു കിടക്കുന്ന ഒരവസ്ഥയാണ്. ജീവൻ പണയപ്പെടുത്തിയാണ് ഇവിടെ ജീവനക്കാരും യാത്രക്കാരും ഒപ്പം തന്നെ ഈ ഇവിടുത്തെ കച്ചവടക്കാരും എല്ലാം തന്നെ ഇവിടെ നിൽക്കുന്നത്. ഇതേ അവസ്ഥ തന്നെ, സമാനമായ അവസ്ഥ തന്നെയാണ് കായംകുളത്ത്, അതുപോലെ തന്നെ നമ്മുടെ കൊച്ചിയിലും ഒക്കെ തന്നെ ഉള്ളത്. മാറി മാറി വരുന്ന മന്ത്രിമാരിലൊക്കെ തന്നെ ഇവരൊക്കെ തന്നെ വലിയ പ്രതീക്ഷ വയ്ക്കുന്നുണ്ടെങ്കിലും വലിയ കാര്യമൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പരിതാപകരം. കൊല്ലം KSRTC ഡിപ്പോ ഇപ്പോൾ നവീകരിക്കുമെന്ന് പലതവണയായി പറഞ്ഞ് കേൾക്കുന്നതാണെങ്കിലും ഇതുവരെ ഒരു നടപടികളും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരം. ഇതുപോലെ തന്നെയാണ്, സമാനമായ അവസ്ഥ തന്നെയാണ് ഇവിടുന്ന് അല്പം ആലപ്പുഴയിലെ കായംകുളം ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ. അതുപോലെ തന്നെയാണ് വെള്ളക്കെട്ട് മൂലം അത് കാലപ്പഴക്കം കൊണ്ടും ബുദ്ധിമുട്ടുകയാണ് എറണാകുളം ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ. പക്ഷേ പലയിടത്തും നിർമ്മിക്കുന്ന ബസ് സ്റ്റാൻഡുകൾ പലതും അശാസ്ത്രീയമായി തയ്യാറാക്കുന്നത് കൊണ്ടും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. അതിന് ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ് നമ്മുടെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ കാണാൻ സാധിക്കുന്നത്. വളരെ താഴ്ചയിൽ ഒരു അശാസ്ത്രീയമായ രീതിയിലുള്ള നിർമ്മാണങ്ങളാണ്. അതുപോലെ തന്നെ പുനലൂർ അടക്കമുള്ള പല ബസ് സ്റ്റാൻഡുകളിലും നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങൾ ഒരു രീതിയിലും ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യങ്ങളും ഉണ്ടായിരിക്കുന്നു. അത് കോടികൾ മുടക്കിയാണ് ഇത്തരത്തിൽ പലയിടങ്ങളിലും നവീകരിക്കുന്നത്. പക്ഷേ അവിടെയൊക്കെ തന്നെ ആ പല കെട്ടിടങ്ങളും ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ട്. അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ചില കെട്ടിടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. പലയിടങ്ങളിലെയും ശൗചാലയങ്ങളുടെ അടക്കം അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇതൊക്കെ തന്നെ ഈ നിർമ്മിക്കുന്നതിന് വേണ്ടി പലയിടത്തും കിഫ്ബിയിൽ നിന്നുമൊക്കെ ഫണ്ട് അനുവദിക്കുമെന്ന് പറഞ്ഞിരുന്നു. 100 കോടിയുടെ വികസനം കൊല്ലം KSRTC ഡിപ്പോയിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും യാതൊരു നടപടികളും ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിക്ക് എതിരെ, അന്നത്തെ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന ആന്റണി രാജുവിനെതിരെ അന്ന് ഫേസ്ബുക്കിൽ പോലും മുകേഷ് MLA പോലും പ്രതികരിക്കുന്ന, അതായത് ഭരണപക്ഷത്തെ തന്നെ മുന്നണിയിലെ തന്നെ MLA മന്ത്രിക്കെതിരെ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. ഇത്തരത്തിൽ തകർന്നു കിടക്കുന്ന ബസ് സ്റ്റാൻഡുകൾ എത്രയും പെട്ടെന്ന്, KSRTC ബസ് സ്റ്റാൻഡുകൾക്ക് നവീകരണം എത്രയും പെട്ടെന്ന് ഉണ്ടായില്ലെങ്കിൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ആ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെയൊക്കെ തന്നെ വ്യക്തമാകുന്നത്. ശരി, സുജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങളുടെയൊക്കെ പോക്ക്. സ്വാഭാവികമായും ഈ KSRTC ആനവണ്ടികൾ കട്ടപ്പുറത്തിരിക്കുന്നത് പോലെ തന്നെ അവ കിടക്കുന്ന ഡിപ്പോകളുടെയും ദയനീയമായ സ്ഥിതിയാണ് സുജിത്ത് റിപ്പോർട്ട് ചെയ്തത്.